തേഞ്ഞുട്ടോ. മെസ്സി വരില്ല. വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കി, കോടികൾ മുടക്കി GCDയുടെ സ്റ്റേഡിയം നവീകരിക്കുന്നു, വലിയ പൈസ മുടക്കുന്നു, മെസ്സി കേരളത്തിലേക്ക് വരുന്നു, മലപ്പുറംകാർ മുഴുവൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, വേറെ ആർക്കും കയറാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി. ശരിക്കും ലോക ചാമ്പ്യന്മാരാണ് അർജന്റീനയുടെ ക്യാപ്റ്റനായിട്ടുള്ള ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ ജനുവരി മാസത്തിൽ നമ്മുടെ സ്പോർട്സ് വകുപ്പിന്റെ ചുമതലയുള്ള V. അബ്ദുറഹ്മാൻ മന്ത്രി പറയുകയാണ്. അപ്പോൾ മെസ്സി വരുമെന്ന് പറയുമ്പോൾ കേരളം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആഘോഷിക്കും. കാരണം ഒരു പക്ഷേ ലോകത്ത് ഇത്രയധികം ഫുട്ബോൾ ആരാധകരുള്ള ഒരു സംസ്ഥാനം, ഒരു ചെറിയൊരു ഭൂപ്രദേശം വേറെ ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനെയുള്ള നമ്മുടെ മുമ്പിലേക്കാണ് ലയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളിലെ ഒരു ഇതിഹാസം വരുമെന്ന് പറഞ്ഞാൽ വരുമെന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരത്തിൽ, അതായത് പ്രദർശന മത്സരമാണ്, അതിൽ പങ്കെടുക്കും. ഒപ്പം വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കും. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മന്ത്രി നിരുത്തരവാദപരമായി പറയുകയാണോ? അപ്പോൾ ഒരു തവണയല്ല, പല തവണയാണ് പറയുന്നത് മെസ്സി വരും കേട്ടോ, ഞാനല്ലേ പറയുന്നത്, അതിനുള്ള പൈസ പോയിട്ടുണ്ട്, അർജന്റീനിയൻ ഫുട്ബോൾ ടീമുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടലാസ് നീക്കിയിട്ടുണ്ട്, ഇന്ത്യൻ സർക്കാരിൻ്റെ പിന്തുണ, എന്തൊക്കെയോ പറയുന്നു. പക്ഷേ അപ്പോഴൊക്കെ മലയാളികൾക്ക് സംശയമുണ്ട്, മെസ്സി വരുമോ? മന്ത്രി പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കറക്റ്റാണ്. ഇവർ സംസാരിച്ചിട്ടുണ്ട്, കരാറൊക്കെ ആക്കുകയൊക്കെ ചെയ്തിരുന്നു, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഒരു ലോക ജേതാക്കളായ അവർക്ക് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു പ്ലാൻ ഓൾറെഡി ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. അതിൽ അവരോട് ചോദിച്ചിട്ടാണ്, അവർക്ക് ഒഴിവുള്ള ഏത് മാസമാണെന്ന് ചോദിച്ചപ്പോൾ ഒക്ടോബറിൽ ഇത്ര ദിവസം തരാം എന്ന് അവരിങ്ങോട്ട് പറയണം. പക്ഷെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. പക്ഷേ ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വളരെ നേരത്തെ കൊടുക്കണം, പൈസയും അവർക്കുള്ള കൊടുക്കണം. അങ്ങനെ എല്ലാം പറഞ്ഞ് കരാറിൽ ഉറപ്പിച്ചിട്ടാണ് ഇവിടെ റിപ്പോർട്ടർ TV-ക്കാർ ഞങ്ങളിത് ഏറ്റു, എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മന്ത്രിക്ക് വാക്ക് കൊടുത്തു. പക്ഷെ മന്ത്രി കാണിച്ചൊരു മണ്ടത്തരം, അവരെ കൊണ്ട് ആദ്യം പൈസ അടപ്പിച്ചിട്ട് മാത്രം പ്രഖ്യാപനം നടത്തിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിപ്പോൾ ലോഡ് കണക്കിന് റീലുകളും ലോഡ് കണക്കിന് ഫ്ലെക്സും ഒക്കെ കെട്ടിക്കിടക്കുന്നതെന്നാണ് കേൾക്കുന്നത്. ആ ഫ്ലെക്സിൽ ആരുടെയൊക്കെ തല വരും? ഒന്ന് പിണറായി വിജയൻ്റെ തല ഫസ്റ്റ്, അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ ബോക്സിൽ മെസ്സിയും കാണും, കായിക മന്ത്രിയും കാണും. ആൻഡോ അഗസ്റ്റ്, അത് അവർ റിപ്പോർട്ടർ TVയുടെ പരിപാടിക്ക് ആൻഡോ അഗസ്റ്റിനും കണ്ടേക്കും. അപ്പോൾ ഈ ഫ്ലക്സ് ഒക്കെ ഇനി എന്ത് ചെയ്യുമോ? അല്ല, ഈ റിപ്പോർട്ടർ TVയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ശരിക്കും അവരല്ലേ, ഞങ്ങളാണ് ഇവരെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എത്രയോ സ്പോൺസറിനെ കണ്ടെത്തിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പോകുന്നു പറയുമ്പോൾ അതാണ് ഇപ്പോൾ പൊളിഞ്ഞത് കാര്യം. ഒക്ടോബറിലാണ് ഇവർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒക്ടോബർ 25 അല്ലേ? അതെ. അപ്പോൾ റിപ്പോർട്ടർ TV അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. സ്വാഭാവികമല്ലേ, വലിയ വലിയ ബ്രാൻഡുകളെ കണ്ട് ആ ഈവന്റ് അങ്ങ് സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരത് പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ അർജന്റീനൻ ടീം പറയുന്നു ഞങ്ങൾക്ക് ഓൾറെഡി ബുക്കിംഗ് ആയി കഴിഞ്ഞു. കാര്യം അവർ 3 മാസത്തോളം കാത്തിരുന്നു ഇവർ പൈസ അടയ്ക്കാൻ വേണ്ടി. വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷമാണ് ഇവിടുന്ന് അനക്കം ഉണ്ടായത്, പൈസ അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ അതിനോടൊക്കെ അവർ മറ്റു പ്ലാൻ ചെയ്ത് അവരിപ്പോൾ ഒക്ടോബറിൽ കേരളത്തിന് വരുന്നതിന് വരെ അവർ ചൈനയിലാണ് കളിക്കുക. ചൈനയിലും മാത്രമല്ല ഖത്തറിലും അങ്കോളയിലോട്ടൊക്കെ അവർ പോകും. ഈ ലോകകപ്പിന്റെ സമയത്ത് അർജന്റീനയ്ക്ക് വേറൊരു രാജ്യത്ത് നിന്ന് കൂടുതൽ പിന്തുണ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്നാണ് അവർക്ക് കിട്ടിയത്, കേരളത്തിൽ നിന്ന്. അതുകൊണ്ടുകൂടി ആയിരിക്കാം അവർ ഇത്രയും കാത്തിരുന്നുണ്ടാവും. അവർക്കും ആഗ്രഹം ഉണ്ടാവും കേരളത്തിൽ നിന്ന് വരണം, ഇവരുടെ മുന്നിൽ കളിക്കണം, അല്ലെങ്കിൽ ഇവരെ കാണണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ വെയിറ്റ് വക്കീൽ നോട്ടീസ് അയക്കുന്ന ലെവലിലേക്കൊന്നും അവർക്ക് പോകേണ്ട കാര്യമില്ല. വിട്ട് കളഞ്ഞാൽ മാത്രം മതി അത്. പക്ഷേ ഈ അർജന്റീന പോലെയുള്ള ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ ടീമിനെയൊക്കെ നമ്മൾ കുറച്ച് ചെറുതായിട്ട് കണ്ടുവന്നൊരു സംശയം. കാരണം അത്രയും വലിയൊരു രാജ്യത്തെ ഇപ്പം അല്ലെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് വേണം. കാരണം ഇത്രയും വലിയൊരു ടീമാണ്, ആ ടീമിന് ഇത്ര രൂപ കൊടുക്കേണ്ടി വരും, ഇവർക്ക് ഇവിടെ വന്നാലുള്ള സ്പോൺസർഷിപ്പ് ഇങ്ങനെയാണ്, ഇവരുടെ അക്കോമഡേഷൻ ഇങ്ങനെയാണ്, ഇനി ഇവർ കളിക്കാൻ ഇറങ്ങുന്ന സ്റ്റേഡിയം എത്ര സുരക്ഷാ സൗകര്യങ്ങൾ വേണം. നമുക്കറിയില്ല, ഖത്തർ പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ തന്നെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയപ്പോൾ അവരെന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയത്. അപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തേക്ക് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പറ്റുന്ന രാജ്യാന്തര നിലവാരത്തിൽ ഒരു സ്റ്റേഡിയം വേണം. ഈ സ്റ്റേഡിയം ഇപ്പോൾ കലൂരുള്ള സ്റ്റേഡിയം ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഈ സ്പോൺസർ പറഞ്ഞത് ഈ മെസ്സിക്കും സംഘത്തിനും കളിക്കാൻ ഈ സ്റ്റേഡിയം പറ്റില്ല എന്ന് പറഞ്ഞാൽ, രാജ്യം പറഞ്ഞാൽ, അല്ലെ സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ ഇതിനേക്കാൾ മനോഹരമായ പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കുക, എന്നിട്ട് അത് ഫുട്ബോൾ അസോസിയേഷൻ നൽകാമെന്നൊക്കെ പറഞ്ഞു. കുറേ ഗീർവാണങ്ങൾ മുഴക്കി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യമൊന്നും നടന്നില്ല. അപ്പോൾ ലയണൽ മെസ്സിക്ക് പകരമായിട്ട് മുമ്പ് മറഡോണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിരുന്ന ഒരു വലിയ സ്പോൺസർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ മറഡോണ ഫുട്ബോളിൽ നിന്നൊക്കെ മാറി അയാളൊരു പരിശീലകനായിട്ട് സേവനം അനുഷ്ഠിച്ച് അതിൽ നിന്നും മാറി നിന്ന സമയത്താണ്. പക്ഷേ മെസ്സി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സജീവമാണ്. ഇപ്പം ഈ ക്ലബ്ബ് ലീഗിൽ തന്നെ മെസ്സി അവസാന നിമിഷങ്ങളിലൊക്കെ നടത്തുന്ന പ്രകടനവും ഇപ്പം വാർത്തയായിട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് അത്രയും വിലപിടിപ്പുള്ള ഒരു താരത്തെ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എടുത്ത നടപടിക്രമങ്ങൾ, നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ വളരെ ചെറുതായിപ്പോയി എന്ന് നമുക്ക് ഒരു സംശയം വേണ്ട. കാരണം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് പറയുന്നു നമ്മൾ ഇയാളെ കൊണ്ടുവരുമെന്ന് മാത്രമല്ല നിങ്ങളുമായിട്ട് 20 മിനിറ്റോളം സംവദിക്കാൻ അവസരം നൽകുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു സൗഹൃദ മത്സരം
കളിക്കും? ഈ സൗഹൃദ മത്സരത്തിൽ ആരുമായിട്ടാണ് കളിക്കുന്നത്? ഇന്ത്യൻ ടീമുമായിട്ടാണോ അതോ കേരളത്തിലൊരു ടീമുമായിട്ടാണോ? ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഫുട്ബോളിനെ അന്ധമായി സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ ജീവവായുവായിട്ട് കാണുന്ന മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള ഈ പറയുന്ന മലബാർ മേഖല, ഒപ്പം തന്നെ കേരളം മുഴുവൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത്രയും ആളുകളെ ഒരു ഗവൺമെന്റ് കബളിപ്പിച്ചു എന്ന് പറയുന്നതിന് തുല്യമല്ലേ? അതായത് ഇവർ ഒക്ടോബറിലാണ് വരാൻ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ റിപ്പോർട്ടർ ടി വി അതനുസരിച്ചുള്ള പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കി. അപ്പോൾ ഇത് കഴിഞ്ഞുള്ളൊരു പരിപാടിയിലേക്ക് റിപ്പോർട്ടർ ടി വിക്ക് താല്പര്യമില്ല, സ്പോൺസർമാർക്ക് താല്പര്യമില്ല. അർജന്റീൻ ടീം പറയുന്നത് ഏതായാലും ഈ വർഷം പറ്റില്ല, അടുത്ത വർഷം വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത പൈസ തിരിച്ചു കിട്ടുമോ ഇല്ലയോ ഉള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. ഈ ഒക്ടോബർ എന്ന് പറഞ്ഞ് ഇവർ ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചല്ലോ. അതെ, സ്വാഭാവികമായിട്ടും 100 കോടി ഇവർ മുടക്കുന്നിടത്ത് ഒരു 500 കോടിക്കുള്ള ബിസിനസ് അവർ ഓൾറെഡി കോൺട്രാക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അഡ്വാൻസും മേടിച്ചിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ ഇനി റിപ്പോർട്ടർ ടി വി നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി. എന്ത് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ഇനി പൈസ തിരിച്ചു കൊടുക്കും? മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ട് പൈസ തിരിച്ചു. അപ്പം മെസ്സി വരില്ല എന്ന് വരും എന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇവർക്ക് ഉത്തരവില്ല. ഇവർ പൈസ അഡ്വാൻസ് പൈസയും കൊടുത്തിട്ടില്ല. ഒരു രാജ്യം, പ്രത്യേകിച്ച് അർജന്റീന, ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ, മെസ്സിയെ പോലുള്ളവർ, ചേട്ടൻ സിനുജി പറഞ്ഞ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു പക്ഷേ അർജന്റീനയും മെസ്സിയൊക്കെ കുറച്ച് ചെറുതായിട്ട് കണ്ടോ എന്നുള്ളതാണ് അതിന് ചിന്തിക്കേണ്ട ഒരു കാര്യം. അത്രയും വലിയ മഹാരഥന്മാരെ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കൊണ്ടുവന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ഈ വർഷമല്ല അത് തുടങ്ങേണ്ടത്, അത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം തുടങ്ങണമായിരുന്നു. എന്നിട്ട് എല്ലാം റെഡിയാക്കി പൈസയൊക്കെ അടച്ച്, അങ്ങനെയാണെങ്കിൽ ഈ അവസാന നിമിഷത്തിൽ വന്നിട്ട് മെസ്സി വന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളം എന്ന് പറയുന്ന സ്ഥലം, ആ ഒരു ചെറിയൊരു സ്ഥലം ലോകത്തെമ്പാടും അറിയപ്പെടും. ഇവിടെ ഫുട്ബോളിന് കിട്ടുന്ന ഒരു പ്രചാരം അങ്ങ് വർദ്ധിക്കും. ഒരു പക്ഷേ മെസ്സിയും അതിൻ്റെ ടീമും വരുമ്പോൾ ചെലുത്തുന്ന ഒരു സ്വാധീനം വളരെ വലുതായിരിക്കും. ഒരുപാട് പേര് ഫുട്ബോൾ രംഗത്തേക്ക് വരും, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫുട്ബോൾ മേഖലയിലേക്ക് വരും. നമ്മളിപ്പോൾ ഒരു വലിയൊരു കരിയർ ആഗ്രഹിക്കുന്ന നിരവധി കായിക താരങ്ങൾക്ക് കൂടുതൽ സ്പോൺസർമാരെ കിട്ടാനും കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടാനും മെസ്സിയുടെ വരവ് കാരണമായിരിക്കും. വൻ മുന്നേറ്റത്തിന് ഒരു വഴിതെളിക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഒരു പക്ഷേ മെസ്സിയുടെ വരവ് പ്രമാണിച്ച് ഏതെങ്കിലും ഒരു സ്റ്റേഡിയം തന്നെ ആധുനിക നിലയിൽ നവീകരിക്കപ്പെടും. ഇത്തരം സാധ്യതകളൊക്കെയാണ് ഒറ്റ നിമിഷത്തിൽ ഇപ്പോൾ ഇല്ലാണ്ടാകുന്നത്. ഇപ്പോൾ എതിർ നിരയിൽ, അപ്പോൾ എതിർ ടീമിൻ്റെ പ്രതിരോധ നിരയെ എത്ര മനോഹരമായിട്ടാണ് വെട്ടിച്ച് അല്ലെങ്കിൽ അവരെ മറികടന്ന് മെസ്സി പന്ത് കൊണ്ട് ഗോൾ വലയിലാക്കുന്നത്. അതേ മെയ്വഴക്കത്തോടെയാണ് അബ്ദുറഹ്മാൻ ഇപ്പോൾ മെസ്സി വരില്ല എന്ന് പറയുന്നത്. വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മീഡിയ ഒന്ന് വരുമോ, ഞാനല്ലേ പറയുന്നത്. അതേ അബ്ദുറഹ്മാൻ ഇപ്പോൾ രോഷാകുലനായിട്ട് സംസാരിക്കണം. ഞാനൊരാൾ വിചാരിച്ചാൽ എങ്ങനെയാണ് മെസ്സി വരിക? ഞാൻ വിളിച്ചാൽ മെസ്സി ഫോൺ എടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെസ്സിയെ പോലെയുള്ള ഒരു താരം അല്ലെങ്കിൽ അർജന്റീനൻ ടീം ഒന്നാകെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ നേട്ടം കേരളത്തിന് കൊയ്യാൻ കഴിയും. പക്ഷേ മെസ്സി കേരളത്തിലേക്ക് വരുന്നത് മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ മെസ്സിയുടെ സ്പോൺസർ കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിലെ ലെജൻസുമായിട്ട് സച്ചിനും ഗാംഗുലിയും അല്ലെങ്കിൽ ധോണിയും വിരാട് കോഹ്ലിയും ഒക്കെ ആയിട്ട് ക്രിക്കറ്റ് മത്സരത്തിൽ വരെ പങ്കെടുത്തേക്കാം. അത്തരത്തിലുള്ളൊരു നീക്കം മറ്റു ചിലർ നടത്തുമ്പോൾ വളരെ സക്സസ് ആയിട്ട് പോകുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതെ, പക്ഷേ മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കന്നിവരവല്ല. 2011 കൊൽക്കത്തയിൽ വന്ന് വെനസ്വേലയുമായിട്ടൊരു പ്രദർശന മത്സരം കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഓർമ്മകൾ മാത്രം തൽക്കാലം നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മെസ്സിയുടേത് മാറ്റിവെക്കാം. പക്ഷേ ഈ പറയുന്ന പരിപാടിക്ക്, അതായത് ഒരു സ്വകാര്യ പരിപാടിക്കാണ് മെസ്സി വരിക എന്നുള്ളത് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന ഡിസംബറിൽ 12-ാം തീയതി അദ്ദേഹം കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യും. 13-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമാനാച്ഛാദനമുണ്ട് കൊൽക്കത്തയിൽ. അവിടെ നമ്മുടെ സൗരവ് ഗാംഗുലിയും അതേപോലെ തന്നെ സുനിൽ ഛേത്രിയും റിച്ചും ബൂട്ടിയൊക്കെ അടക്കമുള്ള ഒരു സംഘവുമായിട്ട് ഒരു സൗഹൃദ മത്സരവും കളിക്കും. അത് കഴിഞ്ഞ് മുംബൈയിലേക്കാണ് പോകുന്നത്. അവിടെ ക്രിക്കറ്റ് താരങ്ങളും ബോളിവുഡ് താരങ്ങളുമായിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മത്സരവും സംവാദവും ഒക്കെ. അതിനുശേഷം 15-ാം തീയതി പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച. അതിനുശേഷം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അദ്ദേഹം ആരാധകരെ അഭിസംബോധന ചെയ്യും. ഈ പ്ലാനും മറ്റ് ഷെഡ്യൂളുകളൊക്കെ പുറത്തുനിന്ന് കേരളം തൽക്കാലം ആ പേരിലില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.